ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഏവർക്കും പരിചയമുള്ള ഒരു വേദഭാഗം വായിക്കുവാൻ അല്പസമയം അതിൽ നിന്ന് ചിന്തിപ്പാൻ തക്കമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനേക പ്രാവശ്യം കേട്ടിട്ടുള്ള വേദഭാഗമാണ്, നമുക്ക് നല്ലോണം അറിയാവുന്ന വേദഭാഗമാണ്. അതിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗമാണ്. വായിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നും ചില വസ്തുതകൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ വയ്ക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു പാപിയുടെ മാനസാന്തരത്തെക്കുറിച്ചോ പിന്മാറ്റ അവസ്ഥയിൽ നിന്നും കടന്നു പോയിട്ടുള്ളവരൊരു മടങ്ങിവരവിനെ കുറിച്ചോ അല്ല. പ്രത്യുത ഇവിടെ ആയിരിക്കുന്ന നമ്മളെക്കുറിച്ച്, അഥവാ ദൈവത്തിന് നല്ലോണം അറിയാം, നാം ദൈവമക്കളാണ്, അല്ലെങ്കിൽ ദൈവഭാഗത്ത് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരാണ് എന്നുള്ള നമ്മെക്കുറിച്ച് ചില കാര്യങ്ങൾ ഈ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു പാപിയായ മനുഷ്യൻ്റെ മാനസാന്തരത്തെക്കുറിച്ചല്ല, ഒരു പാപിയായ മനുഷ്യൻ തിരിച്ചു വരണമെന്നുള്ള ഉദ്ദേശത്തിലല്ല ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ചല്ല. എന്നാൽ ഒരു വിശ്വാസി തെറ്റിപ്പോയി പിന്മാറിപ്പോയി ആ വ്യക്തിയുടെ മടങ്ങിവരവിനെ കുറിച്ചും അല്ല. എന്നാൽ ഞങ്ങൾ പിന്മാറിപ്പോയിട്ടില്ല, ഞങ്ങൾ വിശ്വാസികളായിട്ട് ദൈവമക്കളായിട്ട് ഞങ്ങൾ പൂർണ്ണരാണ് എന്നുള്ള ചിന്തയോടുകൂടി നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്, അതാണ് അല്പസമയം ചിന്തിക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്. മുഖവേറെ 1-2 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഒരു പിതാവും 2 മക്കളുമാണുള്ളത്, നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, സർക്കാർ പറയുന്നത് നമ്മുടെ 2 സന്തുഷ്ട കുടുംബം. അപ്പോൾ 2 മക്കളുണ്ടെങ്കിൽ അത് സന്തുഷ്ട കുടുംബം എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രസ്താവന. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, 2 പേരിൽ ഇനി 5 പേരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരാളുണ്ടെങ്കിലും ഒരിക്കലും സന്തുഷ്ട കുടുംബമാകില്ല ദൈവം ഇല്ലാത്തവരാണെങ്കിൽ. ദൈവം ഉള്ളവരാണെങ്കിൽ 4-5 പേരുണ്ടെങ്കിലും അത് സന്തുഷ്ട കുടുംബമാണ്. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കുവാൻ തക്കമുള്ളത്. മാത്രമല്ല, ഇവിടെ മാതാവിനെ കുറിച്ച് പറയുന്നില്ല. മാതാവിൻ്റെ അഭാവം ഇവർക്ക് ഈ വലിയതായിരിക്കുന്ന ശോധനയിൽ കൂടി പരീക്ഷയിൽ കൂടി ഈ കുടുംബത്തിന് കടന്നു പോകേണ്ടതായിട്ട് വന്നോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആ ഭാഗത്തേക്കൊന്നുമല്ല. 6 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 6 വിഷയങ്ങൾക്കും ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ 2 വശമുണ്ട്. നമ്മൾ അതിൽ ഏത് ഭാഗത്ത് ഇപ്പോഴായിരിക്കുന്നു എന്ന് നാം സ്വയമേ ചിന്തിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ആദ്യമായിട്ട് അതിൻ്റെ 12-ാം ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവൻ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തു എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞാൻ മുടിയനായ പുത്രൻ എന്ന് പറയുകയില്ല, കാരണം നമ്മൾ എല്ലാവരും ഉദ്ദേശിച്ചാണല്ലോ. അപ്പോൾ മുടിയനായ പുത്രൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇളയ മകൻ തന്നെ ഞാൻ പറയുകയാണ്. ഇളയ മകന് ഒരു പ്രാർത്ഥനയാണിത്. ഇളയ മകൻ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇവിടെ അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഉടനെ തന്നെ ഒരു പിതാവ് ഒരിക്കലും ഒരു വിവാഹം കഴിക്കാത്ത ഒരു പൈതലിന് തന്നെ സമ്പത്ത് പകുത്തു കൊടുക്കുമോ? സാധാരണ രീതിയിൽ ഒരിക്കലുമില്ല. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഉടനെ കൊടുത്തതായിട്ടാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുകയില്ല. കാരണം തീർച്ചയായിട്ടും ഇവിടെ ഒരു വാദവിവാദവും ബഹളവും കലഹവും ഒക്കെ ഉണ്ടായി കാണും. ഒടുവിൽ ചെറുക്കൻ ചിലപ്പോൾ കയറെടുത്തപ്പോഴായിരിക്കും ചിലപ്പോൾ പിതാവ് പകുത്ത് കൊടുത്തത്. ഏതായാലും ഈ മകൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. എങ്ങനെ പ്രാർത്ഥന? അപ്പോൾ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. പ്രിയരെ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഈ പ്രാർത്ഥന നാം ഇവിടെ ഇരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം എന്താവശ്യത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് 2 ഇതുണ്ട്. പ്രാർത്ഥന നമ്മുടെ ലൗകിക അഭിലാഷത്തിനു വേണ്ടി, ജഡീക ഉല്ലസത്തിനു വേണ്ടി, ഈ ലോകത്തിൻ്റെ ജഡീക മൈഥത്തിനു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ സുഖേന ജീവിക്കണം എന്നുള്ളതായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. 6 രൂപ വിലയുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ടിയല്ലേ നമ്മൾ മിക്കവാറും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിനേക്കാൾ വിലയുള്ളതായിരിക്കുന്ന ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ആകെ ചുക്കം നോക്കുമ്പോൾ വെറും നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഇളയ മകൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് എൻ്റെ പങ്ക് താ, എനിക്കത് മതി, എൻ്റെ പങ്ക് തന്നേരം ഞാൻ പൊക്കോളാം, എനിക്ക് പങ്ക് വേണം. വാസ്തവത്തിൽ നാം ഈ പിതാവിനോട് ചോദിക്കുന്ന ഇതല്ലേ? വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കുക പ്രിയരെ.
ഇവിടെ ഇരിക്കുന്ന നമ്മോട് തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഈ ദിവസം വന്നിരിക്കുന്നത്. ഈ വിധത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർ MBA ആകണം, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പാസ്സാകണം, വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ അതൊക്കെയും ഈ ഇളയ മകൻ്റെ പ്രാർത്ഥനയ്ക്ക് തുല്യമാകുന്നില്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണമെന്നോ, പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കണമെന്നോ, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മീയ വളർച്ച എങ്ങനെയായിരിക്കുന്നോ, ഈ വിധത്തെക്കുറിച്ച് വളരെ ചുരുക്കമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നാം ചിന്തിക്കുന്നത്, ഞാൻ വീണ്ടും പറയട്ടെ, മണ്ണായിരിക്കുന്ന നാം മണ്ണിനോട് ചേരുവാൻ പോകുകയാണ്. ഈ ശരീരത്തിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നാം ഉപവാസ പ്രാർത്ഥന ചെയ്യാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശാരീരിക ഉല്ലാസത്തിന് വേണ്ടി, അവരുടെ ജഡികമായിരിക്കുന്ന ആവശ്യങ്ങൾ സാധിച്ചു കിട്ടേണ്ടതിനായിട്ട്. എന്നാൽ ഈ ഇളയ മകൻ്റെ വേറൊരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ 21-ാം വാക്യം. പ്രാർത്ഥന, 2 പ്രാർത്ഥന, ഒരു മകനിൽ നിന്നും ഒരു വായിൽ നിന്നും കടന്നു വന്നതായിരിക്കും 2 പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥനയിലാണോ നാം ഇന്നായിരിക്കുന്നത്, അതോ രണ്ടാമത്തെ പ്രാർത്ഥനയാണോ? രണ്ടാമത്തെ പ്രാർത്ഥന 21-ാം വാക്യം. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇത് നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. തന്നെത്താൻ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. ഇതാ, ഞാൻ കടന്നു വന്നിരിക്കുന്നു, ഞാൻ ഒന്നുമില്ലാത്തവനായി തീർന്നിരിക്കുന്നു. എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയല്ല പ്രിയരെ. ഈ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നാം ഹീറോ ആയിട്ട് വളരുവാനല്ല, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം 0 ആയിട്ട് നാം വളരണം. ദൈവസന്നിധിയിലേക്ക് വരണം. കർത്താവ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു. കർത്താവ്, വലുവനായിരിക്കും ദൈവമേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്നിൽ കുറവുകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ കാല നമ്മുടെ അവസ്ഥയിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ അനേക പ്രാർത്ഥനകൾ ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് സമമായിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു പുതിയൊരു പ്രാർത്ഥന, നമ്മുടെ സ്വയത്തെ നശിപ്പിച്ചുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട്, ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. കീറി മുറിക്കണം, നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കത്തക്ക രീതിയിലുള്ള പ്രാർത്ഥന. അതാണ് ഇളയ മകൻ ചെയ്ത്. ഇളയവനത് മനസ്സിലായി. അവൻ പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ അവന് വലിയൊരു മാറ്റം ഉണ്ടായി. അവൻ ഒരു പക്ഷേ ആദ്യത്തെ പ്രാർത്ഥന ഓർത്ത് കാണും. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ പിതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അത് തെറ്റായിപ്പോയി. എൻ്റെ പിതാവിനോട് ഞാൻ അപേക്ഷിക്കേണ്ടതല്ലായിരുന്നു, അത് ശരിയായില്ല. എൻ്റെ വീതം എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹിതനായിരിക്കുന്ന, കുഞ്ഞുങ്ങളില്ലാത്ത വിവാഹിതനായിരിക്കുന്ന ഒരു മകൻ പിതാവിനോട് തൻ്റെ സമ്പത്ത് ചോദിക്കുകയും സമ്പത്ത് എനിക്ക് തരികയും ചെയ്തു. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അതുകൊണ്ട് എനിക്ക് എന്ത് ഫലം കിട്ടി? നമ്മുടെ മക്കളെ ഓർത്ത് ഞാൻ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അവരെത്ര ഉയർന്ന നിലയിൽ അവരെ വളർത്തിയാലും ഒരു ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ അവർ വളരുവാൻ നമ്മൾ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നെങ്കിൽ അത് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും. അതാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമത്തേത് 13-ാം വാക്യം. 13. ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയെ അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. 2 യാത്ര. ഒന്ന് 2 പ്രാർത്ഥന, രണ്ടാമത്തേത് 2 യാത്ര. ഈ യാത്ര എവിടുന്ന് എങ്ങോട്ടാ? ഏറെ നാൾ കഴിയും മുമ്പേ ഇളയവൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്ര. ഒരു യാത്ര. അവൻ എവിടേക്കാ പോകുന്നത്? സ്വന്തം ഭവനം വിട്ടാ പോകുന്നത്. ബേഥലേം വിട്ടിട്ടുള്ള യാത്രയാ. അപ്പൻ്റെ ഭവനമായിരിക്കുന്ന ബേഥലേം വിട്ട് സുഭിക്ഷമായിട്ട് വളർന്ന് യൗവന അവസ്ഥ മുഴുവനും ആ അപ്പൻ്റെ കൂടെ താമസിച്ച് ആഹാരം കഴിച്ച് രക്തത്തിളപ്പോടുകൂടി ജീവിക്കുന്നതായിരിക്കുന്ന കാലയളവിൽ അവന് തോന്നി, എനിക്ക് ഒന്ന് യാത്ര ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഭവനത്തിൽ താമസിക്കുന്നതിനോട് ഒരല്പ അസൗകര്യം, എനിക്ക് വേണ്ടതായിരിക്കും ഫ്രീഡം കിട്ടുന്നില്ല. ഞാൻ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അപ്പൻ ചോദിക്കും, നീ എവിടെ ആരോടെ സംസാരിക്കുന്നത്, നീ എവിടെ എടുത്തോണ്ട് പോകുന്നത് എന്ന് ചോദിക്കും. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മളോട് ചോദിക്കും, എനിക്ക് എന്തോ ഒരു ഫ്രീഡം പോരാ, എനിക്ക് ഇവിടെ താമസിക്കാൻ, എനിക്കൊരല്പം ഫ്രീഡം വേണം. അതിനെന്ത് വേണം? ഈ ഫ്രീഡത്തിന് വേണ്ടി എന്നെ ചോദ്യം ചെയ്യുന്നതായിരിക്കും എൻ്റെ മാതാപിതാക്കളുടെ. എനിക്ക് അകത്ത് നിൽക്കണം. ഇന്ന് വാസ്തവമായിട്ട് ഞാൻ ചോദിക്കാൻ ഇതല്ല ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. നമുക്കിന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ഇരിക്കുന്നതിന് പകരമായി ദൈവത്തിൽ നിന്നൊന്ന് അല്പ
അല്പം അകലുവാൻ. നാം ഇവിടെ തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ, നാം ദൈവവചനം വായിക്കുന്ന നമ്മൾക്ക് നല്ലവണ്ണം ദൈവവചനം അറിയാവുന്നവരാണ്, ദൈവം പ്രസംഗിക്കുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, സാക്ഷ്യം എല്ലാം നമ്മൾ നല്ല കാര്യങ്ങൾ നാം ചെയ്യുന്നവർ, നമുക്ക് അറിവുണ്ട്. എന്നാൽ പലപ്പോഴും ആദ്യ സ്നേഹത്തിൽ നിന്നും ഇന്ന് ഈ സമയത്ത് നാം അല്പം മാറിപ്പോയിട്ടില്ലേ? നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. നാം ഇവിടെ തന്നെയാണെങ്കിൽ തന്നെയും നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ വാർത്തകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, ഇവയെല്ലാം ഒക്കെ നമ്മുടേതായിരിക്കുന്ന ഹൃദയത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുക. എൻ്റെ യാത്ര ഇപ്പോഴെങ്ങോട്ടാണ്? ദൈവത്തിനോട് അടുത്താണോ? ദൈവത്തോട് അടുക്കുകയാണോ ഓരോ ദിവസം മുൻപോട്ട് പോകുന്നവരും? അതോ ദൈവത്തിൽ നിന്നും അടന്നു പോവുകയാണോ? ആദ്യം തന്നെ നമ്മുടെ വചന പഠനം എന്നുള്ള വചന പാരായണം എന്ന് പറയുന്നത് നമുക്കിന്നുണ്ടോ? ഇല്ല. പ്രാർത്ഥനയൊന്നുണ്ടോ? ഇല്ല. കോട്ടേജ് മീറ്റിങ്ങിനും പലപ്പോഴും പലരും കുറവാണ്. കാരണം എന്താ? നാം ദൈവസന്നിധിയിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ നാം ദൂരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയരെ. എങ്ങോട്ട് നിങ്ങൾ ചോദിക്കേണ്ട. പക്ഷെ ദൈവഭവനത്തിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ദൈവഭവനത്തിൽ നിന്ന് നാം അകന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കടന്നു വരണമെന്ന് പറഞ്ഞാൽ തന്നെയും നമുക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ തക്കണം കഴിയുന്നില്ല. ഏതോ ഒരു ചേതോവിഹാരം നമ്മെ പുറമോട്ട് പിടിക്കുന്നുണ്ട്. അതെന്താണ്? ലോകമയത്വം, ജഡം, പിശാച് എന്നീ 3 ശത്രുക്കൾ നമ്മെ ഈ ദൈവികമായിരിക്കുന്ന ആലോചനകളിൽ നിന്നും ദൈവികമായിരിക്കുന്ന ചിന്താഗതികൾ നമ്മെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ എങ്ങോട്ടാണ് പ്രിയരെ പോയിക്കൊണ്ടിരിക്കുന്നത്? ആരുടെ മേലെ കൈ ചൂടേണ്ട ആവശ്യമില്ല. ദൈവം കരം തന്നിരിക്കും. ഇങ്ങനെയാണ്. ഇവിടെ ഒരു തള്ളവിരലുണ്ട്. ആ തള്ളവിരൽ എങ്ങോട്ടാണ് കാണിക്കുന്നത്? നമ്മളെ കാണിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലത്തെ ദിവസം എങ്ങനെയായിരുന്നു, കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നു, എൻ്റെ നാവിൽ നിന്ന് വാക്കുകൾ എങ്ങനെയായിരിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചത് എങ്ങനെയായിരിക്കുന്നു, ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞത് എങ്ങനെയായിരിക്കുന്നു, എൻ്റെ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കുന്നു, അല്പമെങ്കിലും ഒരു ഉയർച്ചയുണ്ടോ എന്നുള്ളത് നാം തിരിഞ്ഞു നോക്കുക ആവശ്യമാണ്. നാം എവിടെയായിരിക്കുന്നു? എന്നാൽ യാത്രയുടെ വേറൊരു യാത്രയുണ്ട്. ആ ഇളയ മകൻ തന്നെ ഒരു യാത്ര ഇവിടെ ചെയ്തു. 20-ാം വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അപ്പൻ എവിടാ? ഭവനത്തിലാ. ഇവൻ എവിടാ? ദൂരദേശം. ഇവൻ അങ്ങോട്ടൊരു യാത്ര ചെയ്തു. ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എത്ര യാത്ര ചെയ്യുമ്പോഴും ആ യാത്രയിൽ നമുക്ക് സഫലമല്ല, വിഫലമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത്. സുഖമല്ല, ദുഃഖമാണ് നമുക്ക് കടന്നു വരുവാൻ പോകുന്നത് ഈ യാത്രയിൽ. ഒരു പക്ഷേ ചോദിച്ചേക്കാം, അതെങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ വരുന്നില്ല. അതൊന്നും നമ്മൾ പറഞ്ഞു വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഉറക്ക ഗുളികയില്ലാതെ ഉറക്കം വരാത്തതായിരിക്കുന്ന രാത്രികൾ നമ്മുടെ ജീവിതത്തിലില്ലേ? എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ യാത്ര ദൈവഭവനത്തിൽ നിന്നും മാറി. ദൈവഭവനത്തിൽ നിന്നും യാത്ര ഇപ്പോൾ ദൂരേക്കാണ്. നമ്മുടെ 2 പ്രാർത്ഥന ഞാൻ ചിന്തിച്ചു. ഈ രണ്ടാമത്തെ 2 യാത്ര ഇന്ന് നാം എവിടെയായിരിക്കും യാത്ര ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ ഈ മകൻ എന്ത് ചെയ്തു? കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ മടങ്ങി വന്നു. ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ. നാം എവിടെയായിരുന്നാലും ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ പ്രാർത്ഥനയിൽ കേട്ടല്ലോ, ഒരു രോഗിയായി കിടക്കുന്നവൻ്റെ മടങ്ങിവരവിന് വേണ്ടി, അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ മടങ്ങിവരവ് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മടങ്ങിവരവ് ആവശ്യമാണ് പ്രിയരെ. ഒരു മടങ്ങിവരവ് വേണം. എന്താണ് താൻ പറയുന്നത്? അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. അപ്പൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു മകൻ ഇളയൻ. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ഈ ഒരു യാത്രയാണ്. നാം ദൂരേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പരിസ്ഥിതി നമുക്ക് അനുകൂലമായതുകൊണ്ട് നമ്മുടെ യാത്ര ശരിയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നാം ദൈവസന്നിധിയിൽ നിന്നും അകന്നാണ്. ദൈവികമായിരിക്കുന്ന അളവുകോൽ കൊണ്ട് നാം അളന്നു നോക്കുക, എൻ്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതാ ഇളയ മകൻ്റെ 2-ാമത്തെ യാത്ര. അവൻ ദൂരദേശത്ത് പോയിട്ട് അവനെല്ലാം ഉണ്ടായിരുന്നു. അവൻ തിരിച്ചു മടങ്ങി വെറും കൈയോടെ അവൻ മടങ്ങി വന്നു. ഒന്നുമില്ലാത്തവനായി മടങ്ങി വന്നു. അവൻ ഏത് ഉടുപ്പായിട്ടിരിക്കുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അപ്പൻ കണ്ടപ്പോഴേ തന്നെ വേറെ ഉടുപ്പിടിപ്പിക്കേണ്ടതായിട്ട് വന്ന അവസ്ഥ. ഒന്നുമില്ലാത്തവനായി വന്നു. എന്നാൽ അവൻ വന്നു.
നമുക്കും ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. 2 യാത്ര, 2 പ്രാർത്ഥന, 2 യാത്ര. മൂന്നാമതായിട്ട് 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. ഏതാ മുട്ട്? ഇത് കാലിന്റെ മുട്ടല്ല. ഏതാ മുട്ട്? ക്ഷാമം വന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഈ പൈതലിന് 2 അനുഭവം ഉണ്ടായി തൻ്റെ ജീവിതത്തിൽ. 2 അനുഭവം, 2 പ്രാർത്ഥന, 2 യാത്ര. ഇവിടെ എന്താണ് നാം കാണുന്നത്? 2 അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. ഇവരൊരിക്കലും ആഹാരമില്ലാതെ ഒരിക്കലും പോലും കിടന്നിട്ടുള്ള മോനല്ല ഇത്. ആഹാരം ആവശ്യത്തിനുണ്ടായിരുന്നൊരു ഭവനം. എന്നാൽ ഇതാ ഇവനെന്ത് ചെയ്തു? ഇവനെന്ത് ചെയ്തു? ആഹാരത്തിന് വേണ്ടി പോയതല്ലേ. കൂട്ടുകാരെ കിട്ടി, ഉണ്ടാകുന്ന പൈസ എല്ലാം ചെലവഴിച്ചു. കുറച്ച് ദിവസത്തേക്ക് വളരെ നല്ലതായിരുന്നു. അതിനുശേഷം എല്ലാവരും മാറിപ്പോയതായിരിക്കും സമയം. ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവത്തെ വിട്ട് നാം അല്പമെങ്കിലും യാത്ര ചെയ്യുന്നുവെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അതിൻ്റെ അന്ത്യം ദുഃഖമല്ലാതെ സുഖമല്ല, ക്ഷാമമല്ലാതെ കൊണ്ട് നമുക്കൊരിക്കലും അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. നാം അഥവാ ഇന്ന് ഞാൻ ശാരീരികമായിരിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ഭൗമികമായിരിക്കുന്ന അല്ല കാര്യം പറയുന്നത്, ആത്മീയമായിട്ട് നാം ശോഷിച്ച അവസ്ഥയാണോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. നാം ഇന്ന് ആത്മീയമായിട്ട് ഒരു വീഴ്ചയുടെ സ്ഥാനത്താണോ ഇന്ന് ആയിരിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കുക. നാം യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നാം ഈ ദൈവഭവനം വിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂട്ടുകാരായിട്ട് ആരാണ് കിട്ടുന്നത് ചിന്തിച്ച് നോക്കുക. നമ്മൾ അവരുമായിട്ടുള്ള നമ്മുടെ സംസാരം എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കുക. അവരോട് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ കൊണ്ട് നമ്മളൊക്കെ സാധിക്കുന്നുണ്ടോ ഇല്ല നോക്കുക. ദൂരദേശത്തെ ക്ഷാമം, ആത്മീയമായിരിക്കുന്ന ക്ഷാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിനുശേഷം 24-ാം വാക്യത്തിലേക്ക് വരിക. ഈ എന്റെ മകൻ മരിച്ചവരായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയത് കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. എപ്പോഴാണ് ആനന്ദം തുടങ്ങിയത്? ആനന്ദം വരും. ഇതേത് ആനന്ദമാണ് പറയുന്നത്? ഞാൻ പറയുന്നത് നമ്മുടെ ആത്മീയ ആനന്ദം. ആത്മീയമായിട്ട് സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാട്ട് പാടുന്നുള്ള സന്തോഷമല്ല, കൈകൊട്ടി പാട്ട് പാടുന്നല്ലോ അല്ലെങ്കിൽ ആ സന്തോഷമല്ല ഇത്. നമ്മുടെ ആത്മാവിനൊരു ഒരു ആനന്ദം ഉണ്ടാകണം. ആ ഒരു ആത്മീയമായിരിക്കുന്ന ശോഷിച്ച അവസ്ഥയിൽ നിന്നും നമുക്ക് ആത്മീയമായിരിക്കുന്ന ആനന്ദം, അഥവാ എനിക്ക് ബൈബിൾ സ്റ്റഡിക്ക് പോകണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, എത്ര ദൂരമായാലും എനിക്ക് പോകണം, പോയേ മതിയാകൂ എന്നുള്ളതായിരിക്കുന്ന ഒരു ആനന്ദം. ആ ആത്മീയ ആനന്ദമാണ് നമ്മൾ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത്. അല്ല ഇന്ന് ബൈബിൾ സ്റ്റഡിയാണ്, അല്പം ദൂരമാണ്, അല്ല കാലാവസ്ഥ ശരിയല്ല, അതുകൊണ്ട് ഇന്ന് പോകണ്ട എന്ന് പറയുന്നുവെങ്കിൽ അത് ഏത് ആത്മാവാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെ ആത്മാവാണോ? അല്ല. അതെന്താ നമ്മളെ സൂചിപ്പിക്കുന്നത്? മുട്ടാണ്. നമുക്ക് ക്ഷാമം സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ക്ഷാമം സംഭവിച്ചതുകൊണ്ട് നമുക്ക് ആത്മീയമായിരിക്കുന്ന ആഹാരം കഴിക്കുവാനൊക്കെ നാം മുൻപോട്ട് കടന്നു വരാത്തത് കൊണ്ട് നാം ആത്മീയമായിട്ട് ശോഷിച്ച അവസ്ഥയിലാണ്. എന്നാൽ അതിനുശേഷം ഈ ഇളയമകനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കുന്നുള്ളത് എന്താണ്? അവൻ മടങ്ങി വന്നു, അവന് ആനന്ദം ഉണ്ടായി. പ്രിയരേ, ഈ ആനന്ദം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതല്ല. ദൈവവചനത്തിൽ ഏതൊരു ദൈവ പൈതലും നാം ആയിരിക്കുന്നതായിരിക്കും സ്ഥാനത്ത് നിന്ന് തിരിഞ്ഞു വന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുന്നുവെങ്കിൽ നമ്മുടെ മുട്ട് തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ക്ഷാമം തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, അതെ ആനന്ദത്തിന്റെ കിടക്കെ വിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ വലിയനായിരിക്കുന്ന കർത്താവ് നമ്മുടെ കണ്ണുനീര് ഒപ്പുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ തൊക്കണം ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ഇല്ല. നമ്മുടെ തൂവാല കൊണ്ട് നമ്മുടെ കണ്ണീരൊന്ന് ഒപ്പിക്കാൻ പറ്റുമോ? എന്നാൽ കർത്താവ് പറയും കരയണ്ടെന്ന് പറഞ്ഞാൽ കണ്ണുനീര് അവിടെ സ്റ്റോപ്പാകും. ആ വലിയനായിരിക്കുന്ന കർത്താവ് നമ്മുടെ കണ്ണുനീരിന് മാറ്റി, നമ്മുടെ ക്ഷാമം മാറ്റി, നമ്മെ ആനന്ദത്തിന് കിടക്കെ വിരിക്കുവാൻ തൊക്കണം. ആ നമ്മുടെ കർത്താവ് ഇന്നും തയ്യാറാണ് എങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ സ്ഥാനത്തേക്ക് നമുക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതിന് 21 വാക്യം വായിക്കാം. 21. മകൻ അപ്പനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. 21. മകൻ അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അതിന്റെ 15-ാം വാക്യം ആദ്യം വായിച്ചാട്ടെ. 15-ാം വാക്യം. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ആശ്രയിച്ചു. അവൻ ആരെ ആശ്രയിച്ചു? പൗരനെ ആശ്രയിച്ചു. ആരിലാണ് അവൻ ആശ്രയിച്ചുകൊണ്ടിരുന്നത്? അപ്പനെ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ദൈവഭവനത്തിൽ ആയിരിക്കുന്ന നമ്മളെക്കുറിച്ചായിട്ട് പറയുന്നത്, അല്ലാതെ ഒരു പാപി മനസ്സപ്പെടുന്ന വിഷയമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്.
ഒരു പിന്മാറ്റക്കാരൻ വളരെ നാളായി പാപം ചെയ്ത് സഭയിൽ വരാത്ത ഒരു പിന്മാറ്റക്കാരനെ കുറിച്ചല്ല. നാം ഇവിടെ കൂടി വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യേണ്ടതായിരിക്കുന്ന ചില ക്രമീകരണങ്ങൾ ഈ ഇളയ മകന്റെ ജീവിതത്തിൽ കൂടി ഞാൻ പരിവർത്തിക്കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവഭവനത്തിൽ ജീവിച്ചവൻ യുവ അവസ്ഥ വരെ 2 കാലിൽ നടക്കുവാൻ തക്കണം പ്രായം വരെ അവനെ വളർത്തിയെടുത്ത് പാലന പോഷണം ചെയ്തതായിരിക്കുന്ന ആ മകൻ, പിതാവിൽ ആശ്രയിച്ചതായിരിക്കുന്ന മകൻ, പിതാവിനോട് ചേർന്ന് ജീവിച്ചവനായിരിക്കുന്ന മകൻ, അനുകരിക്കപ്പെട്ട പാട്ടുകൾ പാടി സഭയിൽ വളരെ വിളങ്ങിയതായിരിക്കുന്ന മകൻ, ആ മകൻ എന്ത് ചെയ്തു? ആരിൽ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു? പൗരന്മാരിൽ ആശ്രയിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യോയിൽ ആശ്രയിക്കണം. ഇവിടെ ഇതാ അവൻ ആരെയിൽ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. പ്രിയരെ, നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ആരുടെ മേലാണ് നമ്മുടെ ആശ്രയം? ഇന്ന ഡോക്ടർ ചെയ്തുകൊണ്ടാണ് അത് സുഖമായത്. നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ, ശരിയാണ്, ആ ഡോക്ടർ ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു വലിയൊരു കരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാം പലപ്പോഴും ശരിയാ. വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകൾ സാധാരണ വാക്കുകൾ ഉദ്ദേശിച്ചുകൊണ്ടൊന്നുമല്ല പറയുന്നത്. പക്ഷെങ്കിൽ ദൈവം കേൾക്കുന്ന ദൈവമുണ്ടല്ലോ, ആ സൗഖ്യം തന്നതായിരിക്കുന്ന ദൈവത്തിനത് കേൾക്കുമ്പോൾ വേദന വരുമോ ഇല്ലയോ? നമ്മുടെ ദൈവത്തിന് നാം മഹത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും പൗരന്മാരിൽ ആശ്രയിച്ച് ഒരിക്കലും നാം ജീവിക്കുവാനുള്ളവരല്ല. അതിനുശേഷമാണ് രണ്ടാമത് ഞാൻ വായിച്ചത് പറയാൻ പറഞ്ഞത് 21 മകൻ അവനോടപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മടങ്ങി വന്ന് ആരെ ആശ്രയിക്കുന്നു? അപ്പനെ ആശ്രയിക്കുന്നു. മടങ്ങി വരണം പ്രിയരെ. നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് നാം എടുത്ത തീരുമാനം എടുത്തപ്പോൾ നാം ആയിരുന്ന രീതിയിലാണോ ഇന്ന് നാം ആയിരിക്കുന്നത്? മാറ്റം വന്നിട്ടുണ്ട്. ടെക്നോളജി ഒത്തിരി ഡെവലപ്പായിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആ ഡെവലപ്മെന്റ് വേണ്ട പ്രിയരെ. ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ആകേണ്ട. നമ്മുടെ ഈ വചനത്തിനനുസരണമായിട്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അപ്പനോട് ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. അവൻ എന്ത് മനസ്സിലായി? ഇപ്പോൾ പൗരന്മാരെ ആശ്രയിക്കാൻ പോയപ്പോൾ എന്തായിരുന്നു? പോക്കറ്റ് നിറയെ പൈസ ഉണ്ടായിരുന്നു. പൈസ തീർന്നു കഴിഞ്ഞപ്പോൾ അവനിതാ മടങ്ങി വരുന്നു. പ്രിയ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിബന്ധങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊരപ്പൻ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു അപ്പനുണ്ട്. അപ്പൻ്റെ അടുത്ത് വന്നാൽ, വെറും കൈയോടുകൂടി വന്നാൽ, മുഷിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കുകയാരെങ്കിലും ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവിടെ അപ്പന് വേണമെങ്കിൽ പറയാമായിരുന്നു, നീ എൻ്റെ വീട്ടിൽ കയറണ്ട, നീ ഇറങ്ങി പൊക്കോന്ന് പറയാമായിരുന്നു. നമ്മളൊക്കെ ഒരു പക്ഷെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെട്ട്, ആ സ്നേഹം കൊണ്ട് ദേഷ്യപ്പെട്ട് ചിലപ്പോൾ പറഞ്ഞെന്ന് വന്നിരിക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്. ആ സ്നേഹം നമ്മളില്ലായിരുന്നെങ്കിൽ നാം പലരും ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. ഇന്ന് ആ സ്നേഹം കൊണ്ടാണ് നമുക്കിവിടെ കടന്നു വരാൻ ഇടയായി തരുന്നത്. മകൻ അപ്പനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനാണ്. പ്രിയരെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതായതുകൊണ്ട് ബാക്കി വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 2 ആശ്രയം. 1 പൗരന്മാരെ ആശ്രയിച്ചു, 2 തൻ്റെ അപ്പനിൽ ആശ്രയിച്ചു. നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പറയുന്നുള്ളതല്ല, നമ്മുടെ ആത്മജീവിതത്തിൽ അതിന് മാറ്റം വരണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കാര്യക്രമങ്ങളിൽ ആ മാറ്റം വന്നെങ്കിൽ മാത്രമേ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ തൊക്കെ കഴിയുള്ളൂ. വാ കൊണ്ട് പറയുന്നില്ലല്ല, ഹൃദയം കൊണ്ട് നമ്മൾ കാണിക്കണം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിനടുത്തത് 24 വാക്യം. മതി. ഞാൻ ആരായിരുന്നു? എൻ്റെ മകൻ എപ്പോഴാണ് മരിച്ചത്? തൻ്റെ സ്വന്തം ഭവനം വിട്ട് മുൻപോട്ട് പോയപ്പോൾ മരിച്ച അവസ്ഥയിലായിരുന്നു. സ്വന്തം ഭവനം വിട്ടിട്ട് അവൻ പോയപ്പോൾ അവനൊരു വിചാരിച്ചു കാണും, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ജീവിച്ചപ്പോഴാണ് ഞാൻ മരിച്ചവന്. ഇപ്പം വെളി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജീവിച്ചു, എനിക്കിപ്പോൾ കൂട്ടുകാരുണ്ട്, എനിക്ക് മൊബൈലുണ്ട്, എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇപ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ ആ മകൻ ഇപ്പോൾ എന്താ പറയുന്നത്? എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തെ കണ്ടുകൊണ്ട് നമ്മുടെ അപ്പൻ പറയുമോ,
എൻ്റെ മകൻ മരിച്ചവനായിരുന്നുവെന്ന് ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമുക്ക് പറയാം, ഇല്ല ഇല്ല, എൻ്റെ അപ്പൻ തന്നെ പറയണം. എന്ത് പറയണം? അതേ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു. ഈ ഒരു വീണ്ടും ജനനം നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യം. വിശ്വാസികളായിരിക്കുന്നു നമുക്ക് എന്ത് വേണം? മാനസാന്തരം ആവശ്യമാണ്. പാപികൾക്ക് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ഒരു മാനസാന്തരം ആവശ്യമാണ്. നാം മരിച്ച അവസ്ഥ ഒരിക്കലായിരുന്നുവെങ്കിൽ, അതോ ഇന്നാകുന്നുവെങ്കിൽ, ഇന്ന് മരിച്ചവനെന്ന് പറയുന്നത് നമ്മളെല്ലാം ജീവനോട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും നമ്മുടെ ആത്മീയമായിട്ടൊരു ശോഷിച്ച അവസ്ഥയിലാണ് നാമും നിങ്ങളും ഇന്നായിരിക്കുന്നത് എങ്കിൽ, ആ മരിച്ച അവസ്ഥയിൽ നിന്ന് എൻ്റെ പിതാവ് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തരണം, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ആരാണ്? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രിയരെ നമുക്ക് കൊടുക്കാൻ പറ്റണം. നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയണം. അതാണ് നമുക്ക് ആവശ്യം. അവസാനമായിട്ട് ഒരു വേദഭാഗം കൂടി വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 28-ാം വാക്യം. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ വന്നു. ഇവിടെ ഞാൻ 2 പ്രാർത്ഥന, 2 യാത്ര, 2 അനുഭവങ്ങൾ, 2 ആശ്രയങ്ങൾ, 2 അവസ്ഥകൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇവിടെ 28-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത്? അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ അവൻ പുറത്തു. ഇവൻ അകത്താരായിരുന്നു? അകത്താരായിരുന്നു? മൂത്തവൻ അകത്ത്. മൂത്തവൻ അകത്തായിരുന്നു. ഇപ്പൊ അകത്താരായി? ഇളവനായി. പുറത്താരായി? മൂത്തവൻ പുറത്തായി. ഇവിടെ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നാം പുറത്തായി എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ തന്നെയും ദൈവം നമ്മെ അകത്താക്കുന്നവരാണ്. എന്നാൽ ദൈവം നമ്മെ അകത്താക്കുമ്പോൾ ചിലർക്ക് നമ്മൾ പറയും കണ്ണുകടി. ഇത് ഈ മൂത്ത പുത്രന് ആദാ സംഭവിച്ചത്. മൂത്ത പുത്രൻ വാസ്തവത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട പൈതലാണെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്വന്തം സഹോദരൻ, അവന് ഇവിടെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിന്റെ മകൻ, എൻ്റെ അനിയനെന്ന് പോലും പറയുന്നില്ല. നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം കണ്ടോ? ഇത്രയും നാളും ദൈവഭവനത്തിൽ വളരെ കേമനായി വളരെ മുഖ്യ പദവിയിലിരുന്ന ആ മൂത്ത മകൻ ഇപ്പോൾ പറയാണ്, നിന്റെ മകൻ വന്നിരിക്കുന്നു, അവനെ നീ സ്നേഹിക്കുന്നു, എന്നെ നീ സ്നേഹിക്കുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ ഈ വിധത്തിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല പ്രിയരെ? ഉണ്ട്. മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് നാം പലപ്പോഴും ദേഷ്യപ്പെട്ടു പോകാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും പിറുപിറുത്ത് പോകാറുണ്ട്. ദൈവത്തോട് നാം പലപ്പോഴും ചോദിച്ചു പോകാറുണ്ട്, എന്നെ എന്തുകൊണ്ട് നീ സ്നേഹിക്കുന്നില്ല? കർത്താവ് പറഞ്ഞല്ലോ, ശത്രുക്കളെ സ്നേഹിപ്പീൻ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശത്രുക്കളെ അനുഗ്രഹിപ്പീൻ. ഈ വിധ വാക്കുകൾ ആ മകൻ അനുസരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവനെ ആലിംഗനം ചെയ്ത് അകത്ത് കൊണ്ടുവരാമായിരുന്നു. ഇല്ല, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ആ പിതാവ് പറഞ്ഞതുപോലെ നമുക്കറിയാം പ്രിയരെ, ഈ 6 വിഷയങ്ങൾ 6 അവസ്ഥകൾ നാം ഇന്ന് എവിടെയായിരിക്കുന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കാം. ഈ പിതാവിന് നമുക്കറിയാം, പിതാവ് ആ മകൻ വരുന്നതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാതുക്കൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൂരവേന്ന് കണ്ടെന്നാണ് പറഞ്ഞു. ദൂരവേന്ന് എൻ്റെ മകൻ വരുന്നത് എവിടുന്ന് കണ്ടു? ദൂരവേന്ന് അവൻ കണ്ടു. എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ തിരിച്ചു വരും. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ എത്ര ദൂരം പോയാൽ തന്നെ, നമ്മൾ എത്രമാത്രം പിന്മാറ്റാവസ്ഥയായാലും നമ്മുടെ കർത്താവിൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ മകൻ, എൻ്റെ മകൾ അവൾ തിരിച്ചു വരും, എൻ്റെ മകൻ അവൻ തിരിച്ചു വരും, തീർച്ചയായിട്ടും വരും. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, ഈ വാക്കുകൾ കൂടി ഈ 6 അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യമാണ്. നാം ഇവിടെ ആയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, പലപ്പോഴും ഈ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ മടങ്ങി വരണോ? ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വരണം ശരിയാണ്, ഒരു പാപി മടങ്ങി വരണം ശരിയാണ്. ഞാൻ എന്തിനു മടങ്ങി വരണം? ഞാൻ ഇവിടെ തന്നെയാണല്ലോ. പ്രിയരെ, ഇല്ല.
നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വാതാവരണത്തിൽ, നമ്മുടെ നടത്തയിൽ ഒക്കെയും പലപ്പോഴും നാം ദൈവഭവനത്തിൽ നിന്നും അകന്നു നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം മറ്റുള്ളവർ കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോൾ നാം ദൈവികമായിരിക്കുന്ന ആ ഒരു ചിന്താഗതി വിട്ട് ലൗകികമായിരിക്കുന്ന രീതിയിലേക്ക് നാം കാല് വയ്ക്കുകയാണ്. അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൽ നിന്നും അല്പാൽപമായിട്ട് നാം അകന്നു പോവുകയാണ്. നമുക്കൊരു മടങ്ങി വരാൻ ആവശ്യമാണ്. ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം ഈ വാക്കുകൾ മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടണമാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് കേൾക്കാം. നമ്മളത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത് അത് ശരിയാണല്ലോ. ഇത് നമ്മൾ പലപ്പോഴും മുടിയനായ പുത്രൻ എന്നൊക്കെ